ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജൂനാസ് കോർണർ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സോ ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ എ മോംസ് ബാഗ്. ഓക്കെ, ഒരു മോം ഒരിടത്തൊരു ട്രാവൽ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്? ഓക്കെ, ഒരു മോമിൻ്റെ ബാഗിൽ എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ ബാഗാണ് ഞാൻ കൊണ്ടുവച്ചേക്കുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എവിടെ പോയാലും ഞാൻ ഈ ബാഗ് കൊണ്ടേ പോകാറുള്ളൂ. ഓക്കെ, സോ ബട്ട് ഈ സാധനങ്ങളെല്ലാം ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. സാഹചര്യങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളും ഒക്കെ ബേസ് ചെയ്ത് ഇതിനകത്തെ സാധനങ്ങളുടെ ആവശ്യങ്ങളെ ബേസ് ചെയ്ത് ഞാനിത് മാറ്റി മറിച്ചൊക്കെയാണ് കൊണ്ടുപോകണേ. അല്ലാതെ ഇത്രയും വലിയ ബാഗ് ഞാൻ കൊണ്ടുപോകാറില്ല. ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ബാഗിൽ ഇത്രയും സാധനങ്ങളുണ്ടാവും. അല്ല, ഇവിടെ അടുത്താണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിലെ സാധനങ്ങളുടെ അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് മോളെ? ഈ രണ്ടിടത്തുനിന്ന് തുടങ്ങാം അല്ലേ. സോ ഫസ്റ്റ് ഇത് നോക്കാം. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിലുള്ള ഒരു ബോട്ടിലാട്ടോ ഇത്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈം തൊട്ട് എവിടെ പോയാലും ഓക്കെ ആണോ? എന്നാ പശുമ്മേനെ വെച്ച് കളിച്ചോ. കൊയ്യമ്മേനെ വേണോ? എന്നാ കൊയ്യമ്മ ഇവിടെ കൊയ്യമ്മ ഇവിടെ കിടന്നു കൊയ്യമ്മ ഇത് കൊയ്യമ്മ. ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കിടത്തിയിട്ട് ഇവിടെ ഇരിക്കാന്ന് വെച്ചേ. ഇവിടെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് അവളുടെ കൂടെ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാനും പറ്റുമല്ലോ. സോ ഞാൻ എൻ്റെ ഡെലിവറി ടൈം തൊട്ട് യൂസ് ചെയ്യുന്നതാട്ടോ വാട്ടർ ബോട്ടിൽ. അതിന് മുന്നേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. അന്നേരം ഡെലിവറി ടൈമിൽ എല്ലാവരും പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, സോ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ കപ്പിലൊക്കെ പോയി വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മടി കാരണം ഉറപ്പായിട്ട് നമ്മൾ കുടിക്കൂല. ഒന്നെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ കുടിച്ചെന്നിരിക്കും. അത് കഴിയുമ്പോൾ അവിടെ പോയി എടുക്കണമല്ലോ എന്നോർത്ത്, സ്വാഭാവികം, മനുഷ്യന്മാരെ അറിയാലോ, അന്നേരം അങ്ങനെ കുടിക്കില്ല. സോ ആ സമയത്ത് ഞാൻ വാങ്ങിയ ഒന്നാണ് ഈ വാട്ടർ ബോട്ടിൽ. ഇതല്ലായിരുന്നു ഞാൻ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്ന, ഒരു ബ്ലാക്ക് കളറായിരുന്നു. ഇപ്പൊ ഇത് വാങ്ങിയിട്ട് കുറച്ചായേ ഉള്ളൂ. അന്നേരത്തിനും ഈ വാട്ടർ ബോട്ടിൽ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും. ഈവൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിലാണെങ്കിലും ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ വാട്ടർ ബോട്ടിൽ. ഓക്കെ, സോ നെക്സ്റ്റ് എന്നാ നോക്കട്ടെ എൻ്റെ മോളെ. ഈ കള്ളിയിൽ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ഒരു ടവല്, ബർപ്പിംഗ് ക്ലോത്ത്, ഇവളുടെ അന്നമോളുടെ ഒരു ബർപ്പിംഗ് ക്ലോത്തും അതുപോലെ തന്നെ ഒരു ബിപ്സും. എവിടെ പോയാലും ഞാൻ ഈ ബിപ്സും ബർപ്പിംഗ് ക്ലോത്തും കൊണ്ടുപോകും. ഈ ബർപ്പിംഗ് ക്ലോത്ത് വെച്ച് ഇവളുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ബിപ്സും. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് എടുക്കാൻ പാകത്തിന് ഫീഡിങ്ങിന്റെ ടൈമിൽ മാത്രമേ ഞാനിപ്പോൾ ബിപ്സ് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് അകത്തേക്ക് കയറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ ബർപ്പിംഗ് ക്ലോത്ത് എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. അന്നേരം നമുക്ക് എപ്പോൾ വേണേലും എടുക്കാമല്ലോ. വേണോ കുപ്പി? കുപ്പി എടുത്തോ. എന്നാ എൻ്റെ പൊന്നു മന്നേൻ്റെ അമ്മയുടെ കൂടെ വരുന്നുണ്ടോ? ഓക്കെ, സോ അത് രണ്ടും കഴിഞ്ഞു. ഇനി എന്താണ് ബർപ്പിംഗ് ക്ലോത്ത്, എന്താണ് ബിബ്സ്, അങ്ങനെയൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ പിൻ ചെയ്തേക്കാമേ. ഓക്കെ, അന്നേരം നിങ്ങൾ അത് നോക്കിയാൽ മതി. അന്നേരം ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബേബീസിൻ്റെ എസെൻഷ്യൽ ക്ലോത്തിങ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അന്നേരം അതൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബോൺ മോംസിനൊക്കെ ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ ക്ലോത്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്ലോത്താണ് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങേണ്ടത്. ഈവൻ വിൻ്റർ ടൈമിലാണേലും സമ്മർ ടൈമിലാണേലും ഏതൊക്കെ വാങ്ങണോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഈ ഫ്രണ്ടിലത്തെ ഈ കള്ളിയിൽ എന്തൊക്കെ ഇട്ടേക്കണേന്ന് നോക്കാമേ. ആദ്യം തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതാട്ടോ, ഇത് അന്നമോളുടെ ബ്രഷാണേ, മറ്റേ ഹെയർ ബ്രഷ്. നല്ല സോഫ്റ്റാട്ടോ, ബേബീസിൻ്റെ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ്. ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തല ചീക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. മുടിയൊക്കെ നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ചീക്കി കൊടുത്തോണ്ടിരിക്കും. സോ ഞാൻ എവിടെ പോയാലും ഈ ഹെയർ ബ്രഷും കൊണ്ടാട്ടോ പോവുള്ളൂ.
അടുത്തത് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇവിടുത്തെ ഫാമിലി ഹബിന്റെ ആക്ടിവിറ്റീസ് ആട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓരോ ഏരിയയിലും പ്രത്യേകം ഫാമിലി ഹബ്ബുണ്ട്. ബേബിയുടെ വെയിറ്റ് നോക്കാൻ പോകുന്ന സ്ഥലം, അതുപോലെ തന്നെ ബേബീസിനെ മോമും ബേബീസും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സോഷ്യലൈസിങ് ക്ലബ്ബുകളുണ്ട്. ഫസ്റ്റ് ബേബീസിന് കൊടുക്കേണ്ട ഫുഡിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ റൈംസും അതുപോലെ തന്നെ സ്റ്റോറീസൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന രീതിയിലുള്ള ഓരോരോ ക്ലാസ്സസും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യും കേട്ടോ. അന്നേരത്തേനും ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോവാറുണ്ട്. അന്നേരം അന്നമോളെയും കൊണ്ട് പോകുമ്പോൾ അവൾക്കും എല്ലാവരും അവളുടെ ഏജിലുള്ള പിള്ളേരെ കാണാമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുറേ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ലാതെ അവൾക്ക് പുറത്തുള്ളവരെയും കൂടെ കാണാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഈ ആക്ടിവിറ്റി ഷീറ്റും കൂടെ കൊണ്ടുപോകും. അന്നേരം ഞാൻ പോകുന്ന സമയത്ത് ആ ടൈമിൽ വരുമ്പം നമ്മുടെ ഫാമിലി ഹബിൻ്റെ അവിടെ എങ്ങാനും ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാമല്ലോ. എന്നിട്ട് അത് ആ ആക്ടിവിറ്റീസിന് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് എപ്പോഴും കീപ്പ് ചെയ്യേ. ഇടയ്ക്ക് ഞങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിന് വേണ്ടി തന്നെയും പോകും. അതല്ല, പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് വരുന്ന ടൈമിൽ ഇതിലേതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കൂടാനും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ള ബേബീസിൻ്റെ സാധനങ്ങൾ മാത്രം പോരാലോ, മോംസിൻ്റെ വേണ്ടേ. ഒരു ചെറിയ ലിപ് ബാമും ഒരു ലിപ്സ്റ്റിക്കും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ. ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ, ഇത് അന്നമോളുടെ അല്ല കേട്ടോ. അടുത്തത് ഒരു ചെറിയ നാപ്കിൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും വേഗം ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അവളുടെ ആണെങ്കിലും കൈയൊക്കെ വേണമെങ്കിൽ തുടയ്ക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു നാപ്കിൻ്റെ ചെറിയൊരു സാഷസ് ഇങ്ങനെ ഞാൻ കീപ്പ് ചെയ്യും കേട്ടോ എപ്പോഴും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ മിക്കപ്പോഴും നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ ഒരു സൺഗ്ലാസ് ഞാൻ കീപ്പ് ചെയ്യേ. പിന്നെ വരുന്നതാണ് ബ്രസ്റ്റ് പമ്പിൻ്റെ ഐറ്റംസ്. ഇപ്പം ഒരു ലോങ് ജേർണിയൊക്കെ പോവാന്ന് വയ്ക്കുക, ആ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ടൈമിലും നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് വെക്കും കേട്ടോ. അന്നേരത്തേനും ബ്രസ്റ്റ് പമ്പിൻ്റെ ഐറ്റംസ് ഞാനിങ്ങനെ കീപ്പ് ചെയ്യേ. അന്നേരം അതിൻ്റെ മെഷീനാട്ടോ ഇത്. അതന്നേരം അതിൻ്റെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഞാൻ കൊടുക്കുവാണ് ചെയ്യുന്നത്. അന്നേരം അന്നമോക്ക് ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ ഇങ്ങനെ കൊടുക്കുവേ. അടുത്തതായിട്ടും അതിൻ്റെ തന്നെ ഒരെണ്ണം കേട്ടോ വരുന്നേ, നമ്മുടെ ബോട്ടിൽ കണ്ടോ. ഇതാണ് ഞാൻ അന്നമോക്ക് യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പമ്പ് ചെയ്തിട്ട് ഇതിനകത്ത് പാലെടുത്ത് വെക്കുകയോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. അന്നേരം ഇതിനകത്ത് ഞാനിങ്ങനെ മറ്റേ നമ്മുടെ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, കോൾഡ് ക്യൂബ്സ് ഉണ്ട്. അന്നേരം അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഈ പാലിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ 24 hours വരെ പാല് കേടായി പോകാതെ സൂക്ഷിക്കാൻ പറ്റുമേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ബാഗിനകത്ത് നമ്മുടെ ഐസ് ക്യൂബ്സും കൂടെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഐസ് ബ്ലോക്സിൻ്റെ ക്യൂബ് ഇങ്ങനത്തെ ഒരു ബാഗ് മേടിക്കാൻ കിട്ടും. അന്നേരം ആ ബാഗും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് പാൽ അതിനകത്താട്ടോ വെക്കുന്നത്. അന്നേരം ഒരു 24 hours വരെ ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമേ. ഇതും ബ്രസ്റ്റ് പമ്പിൻ്റെ തന്നെ സാധനമാണ്. ഇത് ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്നത് അതിൻ്റെ വേണ്ടിയിട്ടുള്ള മെഷീൻ. എന്നിട്ട് ഇത് രണ്ടും കൂടെ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് നേരെ നമ്മുടെ ബോട്ടിലാക്കി കീപ്പ് ചെയ്ത് വെക്കും കേട്ടോ ചെയ്യുന്നത്. ഞാൻ പോകുന്ന വഴിക്ക്, കാറിൽ പോകുന്ന വഴിക്കേ പമ്പ് ചെയ്യാറുള്ളൂ. അല്ലാതെ നേരത്തെ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് വെച്ചിട്ട് പോവും. അല്ലെങ്കിൽ മിക്കപ്പോഴും തന്നെ ഞാൻ കാറിൽ വെച്ച് തന്നെ പമ്പ് ചെയ്യും. കാറിൽ വെച്ച് പമ്പ് ചെയ്തിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അന്നേരം കൂടുതൽ ടൈം നമുക്ക് കീപ്പ് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഇവളുടെ ഒരു ബ്ലാങ്കറ്റ്. അന്നമോളുടെ ഒരു ബ്ലാങ്കറ്റ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും ഒരേ ക്ലൈമറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, ചിലപ്പോൾ നല്ല കാറ്റായിരിക്കും, ചിലപ്പോൾ നല്ല മഴയായിരിക്കും. അന്നേരം എങ്ങാനും തണുക്കുകയൊക്കെ ചെയ്താലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് ഇവൾക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യേ. അന്നേരത്തേനും ഇപ്പോൾ ഭയങ്കര തണുപ്പോ അല്ലെങ്കിൽ ഭയങ്കര കാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ജാക്കറ്റും കൊണ്ടൊന്നും പോകില്ലാത്തത് കൊണ്ട് വേഗം ഇവളെ ഒന്ന് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് ആട്ടോ ഇത്. അടുത്തതായിട്ട് വരുന്നേ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞി പേഴ്സ് പോലെ തോന്നും. ഇത് പേഴ്സ് അല്ല കേട്ടോ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
അന്നമോളുടെ ബേബി ചേഞ്ചിങ് മാറ്റാണ്. നേരത്തേനും ഇവിടെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലായിടത്തും തന്നെ ഏത് ടോയ്ലറ്റിൽ പോയാലും എവിടെ പോയാലും നമുക്കൊരു ബേബി ചേഞ്ചിങ് ഏരിയ ഉണ്ടാവും. നാപ്പീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ അന്നേരം ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആയിരിക്കും അതിരിക്കുന്നത്. അതൊരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അന്നേരത്തേനും അങ്ങനെ ഒരു ബോക്സ് പോലെ ആയിരിക്കും. അന്നേരം അന്നമോളെ അവിടെ കിടത്തുമ്പോൾ എനിക്ക് ഡയറക്റ്റ് കിടത്താൻ മടിയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിലും നമ്മൾ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യുമ്പം അവരുടെയും അവിടെ ഒന്നും പറ്റരുതെന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു നാപ്പി ചേഞ്ചിങ് മാറ്റും കൂടെ കൊണ്ടുപോകും കേട്ടോ. അന്നേരം എന്നാ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാപ്പി ചേഞ്ചിങ് മാറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അന്നമോളെ ഞാൻ ഇവിടെ കിടത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഞാൻ അവളുടെ പാമ്പോസും അതുപോലെ തന്നെ നാപ്പിയും ഒക്കെ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ബെഡ് വൈപ്സും നാപ്പിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പൊന്നേ അമ്മ പറയട്ടെ. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ അവളെ മൈൻഡ് ചെയ്യാത്തോണ്ട്. അതാ ഇടയ്ക്ക് ആളിങ്ങനെ എന്നോടോ ഒന്നോട് പൊഞ്ചോടി ഇന്ന ഇത് വെച്ച് കളിച്ചോ ഇന്ന ഇത് തറവൂട്ടെ അന്നേരം ഞാൻ അങ്ങനെ ഇവളെ മാറ്റില് കിടത്തിയിട്ടാണ് ചെയ്യുന്നത്. അന്നേരം തന്നെ ഇങ്ങനത്തെ ഒരു മാറ്റ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എവിടെ പോയാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവരെ നാപ്പീസ് ചേഞ്ച് ചെയ്യാം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും കിടത്താൻ ഇവരെ പേടിക്കുകയും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ ക്ലീൻ ആണോ എന്ന് പേടിക്കുകയും വേണ്ട. ഇനി ബെഡിലെങ്ങാനും ആണെങ്കിൽ അവരുടെ അവിടെ മോശമാവോ അങ്ങനെ ഓർത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരെണ്ണം കീപ്പ് ചെയ്താൽ കേട്ടോ. ഭയങ്കര ഹാപ്പി ആണല്ലോ എന്റെ മോളെ. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഇത് നമ്മുടെ ഫീഡിങ് ക്ലോത്ത് ആട്ടോ. ഇതിങ്ങനെ ഞാൻ കഴുത്തേലിട്ടിട്ട് ഇപ്പൊ നമുക്ക് പബ്ലിക്കായിട്ടൊന്നും എല്ലായിടത്തും പോയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഇത് കഴുത്തേലിട്ട് ഇതിങ്ങനെ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇത് ബ്രീത്തബിൾ ആണ്, കംപ്ലീറ്റ്ലി ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പം അവർക്ക് ആവി എടുക്കുവോ അല്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടുവോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലായേ. അന്നേരം ഞാൻ ഇതിങ്ങനെ കഴുത്തേലിട്ടിട്ട് അന്നമോളെ ഇങ്ങനെ ഫീഡ് ചെയ്യാറുണ്ട് കേട്ടോ. അന്നേരത്തേനും പുറത്തുനിന്ന് ആർക്കും നോക്കിയാൽ കാണത്തുമില്ല. നമുക്ക് അന്നേരം സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ആരും കാണാത്ത രീതിയിൽ നമുക്കൊരു പ്രൈവസി കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീഡിങ് ക്ലോത്ത് ആട്ടോ ഇത്. അടുത്തതായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് നാപ്പി ബാഗ്സ്. ഇത് കണ്ടോ, നല്ല സ്മെല്ലാണ്. എൻ്റെ മോക്ക് നനക്കാൻ വേണോ? ഹായ് ഹായ് അവൾക്ക് മനസ്സിലായില്ല എന്നാന്നുള്ള. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാപ്പീസ് ഒക്കെ ചേഞ്ച് ചെയ്യൂലോ. അന്നേരം ഈ അപ്പിയൊക്കെ പറ്റിയ നാപ്പീസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബാഗിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എല്ലായിടത്തും ഡിസ്പോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മെല്ല് വരാനുള്ള ചാൻസും ഉണ്ട്. സോ ഞാൻ ഇങ്ങനത്തെ ഒരു നാപ്പി ബാഗ് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അന്നേരം ഈ നാപ്പി ബാഗിന് നല്ലൊരു സ്മെല്ലാട്ടോ. അന്നേരത്തേനും ഞാൻ ഇതുപോലത്തെ ഓരോ നാപ്പി ബാഗ് എടുത്തിട്ട് ഇതിനകത്ത് നാപ്പീസ് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടാണ് കളയുന്നതെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാഗിൽ കീപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബാഗിലോ ഒന്നും സ്മെല്ല് വരില്ല. ഇതിന് നല്ലൊരു സ്മെല്ലുള്ളത് കൊണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ ഇവൾക്ക് ഹാറ്റ് ഞാൻ 3 രീതിയിലുള്ള ഹാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഡ്രസ്സിനെ ബേസ് ചെയ്ത് ഇടിയിക്കാലോ എന്ന് ഓർത്തോണ്ട് ഞാൻ നല്ല തണുപ്പത്ത് വിന്ററിന്റെ ടൈമിലോ അല്ലെങ്കിൽ ഭയങ്കര കാറ്റൊക്കെ ആണെങ്കിലോ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ഹാറ്റാണ് ഇത് പിന്നെ ചൂടുള്ള ടൈമിൽ ഇവക്ക് വെയിലൊന്നും അടിക്കരുത് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഇത്. നല്ല ചൂടുള്ള ടൈമിൽ യൂസ് ചെയ്യുന്ന, അന്നേരം ഒട്ടും വെയിലൊന്നും മുഖത്തേക്ക് അടിക്കില്ല കേട്ടോ. അന്നേരം ഇത് കുറച്ചും കൂടെ നല്ലതാണ്. അന്നേരം അങ്ങനെ യൂസ് ചെയ്യുന്ന 3 ഹാറ്റാണ് ഇത്. പിന്നെ ഞാൻ അന്നമോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് കീപ്പ് ചെയ്യും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി സ്യൂട്ട് കീപ്പ് ചെയ്യും, പിന്നെ ഒരു റോംബേഴ്സ് കീപ്പ് ചെയ്യും, പിന്നെ ഒരു ചെറിയ സോക്സും. അന്നേരത്തേനും നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല ഇവരെപ്പോഴും ക്ലീൻ ആയിരിക്കും. ചില ടൈമിൽ മെസ്സി ആവുമല്ലോ, എന്തേലും കാരണം കൊണ്ട് അപ്പി ഇട്ട് പോവോ എന്തേലും ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ നാപ്പിയിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും.
അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ടൈമിൽ ഞാൻ എപ്പോഴും അന്നമോളെ കൊണ്ട് എവിടെ പോയാലും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ എപ്പോഴും കീപ്പ് ചെയ്യും കേട്ടോ. അന്നേരം നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങാനും അബദ്ധവശ മെസ്സി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ ഡ്രസ്സും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാവില്ലേ. സോ ഞാൻ എപ്പോഴും അന്നമോളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ എക്സ്ട്രാ ഡ്രസ്സും സോക്സ് വലിയ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ എപ്പോഴും ഒരെണ്ണം കീപ്പ് ചെയ്യും കേട്ടോ. ഒരു സോക്സും ഒരു ജംസ്യൂട്ടും, അതുപോലെ തന്നെ ജംസ്യൂട്ട് കീപ്പ് ചെയ്യില്ല, ഒരു ബോഡി സ്യൂട്ടും ഒരു റോംബേഴ്സും അതുപോലെ തന്നെ ഒരു സോക്സും. ഈ റോംബേഴ്സ് എന്താ, ബേബി സ്യൂട്ട് എന്താ എന്നുള്ളതൊക്കെ അറിയണമെങ്കിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റേ. ഓക്കെ, സോ അടുത്ത ഞാൻ കുറച്ച് അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാപ്പി ബാഗിലല്ലാതെ നാപ്പി ചേഞ്ച് ചെയ്യുന്ന ആ മാറ്റിൽ വെച്ചിരിക്കുന്നതല്ലാതെ എക്സ്ട്രാ കുറച്ച് നാപ്പീസും കൂടെ എപ്പോഴും കീപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വേഗം ഒരു ആവശ്യം വന്ന് ഒരെണ്ണം അല്ല. എന്നെ ചക്കലേ എന്നതാ അമ്മ പറയട്ടെ. ആ ഞാൻ അവളെ നോക്കാത്തോണ്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് കാണിക്കുന്ന അന്നേരം എവിടെ പോയാലും ഞാൻ കുറച്ച് എക്സ്ട്രാ നാപ്പീസും കീപ്പ് ചെയ്യും. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതാട്ടോ ലാസ്റ്റ് വൺ. നമ്മുടെ UK-ല് ബേബീസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്നെ ചക്കടേ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് കിട്ടും കേട്ടോ. ഈ ബുക്കിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടായ ടൈം തൊട്ട് എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ ക്ലിനിക്കിൽ പോയോ, അവരുടെ വെയിറ്റ് എന്തോരുമാണ്, അവരുടെ ഹൈറ്റ് എന്തോരുമാണ്, അവർക്ക് വേറെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വന്നു, അവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് അസുഖം വന്നോ, അങ്ങനെയുള്ള ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ റെഡ് ബുക്ക്, ഇതാണ് റെഡ് ബുക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അന്നേരം ഈ ഒരു റെഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നമോളുടെ ഫുൾ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും കേട്ടോ. അന്നേരത്തേനും അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാട്ടോ ഇത്. സോ ഞാൻ എവിടെ പോയാലും ഇതും കൊണ്ടുപോകാറുണ്ട്. എങ്ങാനും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ക്ലിനിക്കിലോ എന്തെങ്കിലും പോവേണ്ട ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യം വന്നാലോ എന്നോർത്ത് ഞാൻ എപ്പോഴും ഇതും നമ്മുടെ കൂടെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. അന്നേരം ഡോക്ടേഴ്സിന് വേഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അന്നമോള് ഈ ഒരു 6 മന്തിനിടയ്ക്ക് അവൾക്ക് എന്തൊക്കെ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൾക്കുണ്ട് എന്നുള്ള കാര്യങ്ങളും അവളുടെ വെയിറ്റ് എങ്ങനെയാണ്, അവൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ. ഇത് ഞാൻ നോർമൽ ബാക്ക് പാക്ക് അല്ല കേട്ടോ. ഇത് ഞാൻ ബേബി മോംസിന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ തന്നെ മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി കള്ളികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കള്ളി തുറന്നാൽ തന്നെ ഇവിടെ ഉണ്ട്, ഈ സൈഡിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തുറക്കണമെങ്കിൽ അങ്ങനെ തുറക്കാവുന്ന രീതിയിൽ. സോ ഇത് മോം ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാട്ടോ. എന്നെ ചക്കടേ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ഇത്. ഇതിനകത്ത് എന്താ ഞാൻ ഇട്ടേക്കുന്നത് കാണിച്ചു തരാവേ. സാധനം തന്നെ ഞാനൊരു കുഞ്ഞ് ടോയ് എടുത്ത് വെച്ചിട്ടുണ്ടേ. വേണോ എൻ്റെ മോളെ? കോഴിക്കുഞ്ഞ് അവൾക്കത് ഭയങ്കര ഇഷ്ടാട്ടോ. അന്നേരത്തേനും എവിടെയെങ്കിലും പോയാലും ഞാൻ എപ്പോഴും ഇങ്ങനത്തെ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടോയ് കീപ്പ് ചെയ്യേ. ഇതോ അല്ലെങ്കിൽ ഒരു കോഴിയമ്മ ഉണ്ട് ഇവക്ക്. അന്നേരത്തിന് ആ കോഴിയമ്മയോ അല്ലെങ്കിൽ ഒരു ചെറിയ കിളിക്കുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യും. അന്നേരം അവൾക്കത് ഇഷ്ടമാണ്. അന്നേരത്തേനും കുറച്ചു നേരം കരയാനൊക്കെ വന്നാലും അവൾ അത് കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം അത് വെച്ച് അനങ്ങാതിരുന്നോളും. അന്നേരം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ കുറച്ച് ടോയ്സ് ഞാൻ കീപ്പ് ചെയ്ത് വെക്കേ. പിന്നെ ഞാൻ അടുത്തായിട്ട് വെക്കുന്നതാണ് പെസിഫയർ. ഇത് ഇതാണ് പെസിഫയറിന്റെ ഇത് ഞാൻ ഷീനിന്ന് വാങ്ങിയതാണ്. നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. കണ്ട ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിന്റെ പോലെ. ഇത് ഈ ഭംഗി കണ്ടോണ്ട് തന്നെ മേടിച്ചാട്ടോ ഞാൻ. അന്നമ്മക്ക് ഞാൻ അങ്ങനെ പെസിഫയർ വെക്കാറില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെസിഫയർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മോണ തള്ളിപ്പോവും, അന്നേരം പിന്നീട് പല്ലൊക്കെ കറക്റ്റ് അലൈനായിട്ട് വരില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട്
പള്ളിയിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേനും ഇവള് ഭയങ്കരമായിട്ട് ചില നേരത്തെ ഇവൾക്ക് ഉറക്കം വരുമ്പം ഭയങ്കര നോയ്സ് അല്ലേ പള്ളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയും ഒക്കെ ആയതുകൊണ്ട് ഇവക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല അന്നേരം. പക്ഷെ എനിക്ക് പള്ളിയിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരത്തേനും ഞാൻ അങ്ങനെയുള്ള ടൈമിൽ ഇവക്ക് ഉറക്കം വരുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവുന്ന ടൈമിൽ ഞാനിങ്ങനെ പെസിഫയർ വെച്ച് കൊടുക്കട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ടോമി ടിപ്പിയുടെ പെസിഫയർ ആണ്. ഈ ടോമി ടിപ്പിയുടെ പെസിഫയർ എനിക്ക് സ്റ്റെറിലൈസിന്റെ ആ മെഷീൻ മേടിച്ചപ്പോൾ സ്റ്റെറിലൈസേഷൻ മെഷീൻ മേടിച്ച ടൈമിൽ അതിൻ്റെ കൂടെ കിട്ടിയതാട്ടോ ഈ ടോമി ടിപ്പിയുടെ പെസിഫയർ. പക്ഷേ ഇത് നല്ലതാണ്, ഇതെനിക്ക് ഇഷ്ടമാട്ടോ വെക്കുന്നത്. അന്നേരത്തേനും ഞാൻ വേറൊരു ടൈമിലും വെച്ച് കൊടുക്കില്ല. നമുക്ക് കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന ടൈമിൽ മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്ന ടൈമിൽ അവൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി പോവാത്ത ഒരു സാഹചര്യം, പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റില്ല, എന്നാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ആയിട്ട് ഞാൻ ഈ പെസിഫയർ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോഴോ ഒന്നും ഞാൻ പെസിഫയർ അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. ഈ പെസിഫയർ വെച്ച് കഴിഞ്ഞാൽ അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോക്കോളും. ഉറക്കം വരുന്ന ടൈം നമുക്കറിയാലോ. അന്നേരത്തേന് ആ സമയത്ത് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉറങ്ങിപ്പോക്കോളും. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ പെസിഫയർ യൂസ് ചെയ്യുന്നത്. സോ അന്നേരം ഞാൻ ഏകദേശം എല്ലാം കാണിച്ചു. ഇത് എൻ്റെ ബാഗ് കാലിയായിട്ടോ. ഇതിലെല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോകാറൊന്നുമില്ല. എല്ലായിടത്തും പോകുമ്പം നമ്മൾ ഒരു ലോങ് ജേർണി പോവുകയാണെങ്കിൽ ഇത് ഫുള്ള് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത് വെക്കുക കേട്ടോ ചെയ്യണേ. പക്ഷെ നിങ്ങളെ കാണിക്കുമ്പോൾ എന്തൊക്കെയാ നിങ്ങൾക്കൊരു ഐഡിയ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വാ പറഞ്ഞേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. വേണ്ടേ പറയണ്ടേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് അവർ ചാനൽ. എൻ്റെ മോളെ ടാറ്റ പറ. ടാറ്റ, ബൈ ബൈ. കൈ വാങ്ങിന്നെടുത്തിട്ട് ബൈ ബൈ പഞ്ഞേ. ബൈ ബൈ, സീ യു.